രാഷ്ട്രീയ ചർച്ചകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അതിലെ UDF-നുള്ളിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വവുമാണ്. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് മുന്നോട്ടു പോകുമ്പോൾ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹം ജനാധിപത്യ വിശ്വാസികളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. അധികാരം കിട്ടുന്നതിനേക്കാൾ ഉപരിയായി ആര് മുഖ്യമന്ത്രിയാകണമെന്ന കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ നടക്കുന്ന പരസ്യവും രഹസ്യവുമായ പോരാട്ടങ്ങൾ കോൺഗ്രസിനെ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുൻപ് 3-4 പേരിൽ ഒതുങ്ങിയിരുന്ന മുഖ്യമന്ത്രി പദമോഹികളുടെ എണ്ണം ഇപ്പോൾ 7 ആയി ഉയർന്നിരിക്കുന്നുവെന്നത് ഗ്രൂപ്പ് വൈരത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ പട്ടികയിൽ ഒന്നാമൻ. സഭയ്ക്കുള്ളിലെ സർക്കാരിനെതിരായ പോരാട്ടങ്ങൾ നയിക്കുന്നത് താനായതുകൊണ്ട് പാർട്ടി അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി പദത്തിന് താൻ അർഹനാണെന്ന് സതീശൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഹൈക്കമാൻഡുമായുള്ള സതീശന്റെ അടുപ്പവും യുവാക്കൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വീകാര്യതയും സതീശൻ ആത്മവിശ്വാസം നൽകുന്നുമുണ്ട്. എന്നാൽ പാർട്ടിക്കുള്ളിലെ പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ സതീശന് വെല്ലുവിളിയാണ്. രണ്ടാമത്തെ പ്രബലരായ പേര് രമേശ് ചെന്നിത്തലയുടേതാണ്. ഐ ഗ്രൂപ്പിന്റെ കരുത്തനായ നേതാവ് എന്നതിലുപരി KPCC അധ്യക്ഷനായും ആഭ്യന്തരമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ച വലിയ പാരമ്പര്യം ചെന്നിത്തലയ്ക്കുണ്ട്. തന്നേക്കാൾ ജൂനിയർ ആയവർ മുഖ്യമന്ത്രി പദത്തിനായി ചരട് വലിക്കുമ്പോൾ തന്റെ സീനിയോറിറ്റിയും അനുഭവ സമ്പത്തും പാർട്ടി പരിഗണിക്കുമെന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവ് സ്ഥാനം നഷ്ടപ്പെട്ടപ്പോഴുണ്ടായ മുറിവ് മുഖ്യമന്ത്രി പദത്തിലൂടെ ഉണങ്ങണമെന്നാണ് ചെന്നിത്തലയുടെ അനുയായികളുടെ ആഗ്രഹം. കോൺഗ്രസിലെ ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാളാണ് KC വേണുഗോപാൽ. ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ അദ്ദേഹം കേരളത്തിലെ ഭരണ നേതൃത്വത്തിലേക്ക് വരാൻ അതിയായ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന തന്റെ പദവിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മെറിറ്റായി അദ്ദേഹം കാണുന്നത്. എന്നാൽ കേരളത്തിലെ പ്രാദേശിക നേതാക്കൾക്കിടയിൽ KCക്ക് എത്രത്തോളം പിന്തുണയുണ്ടെന്നത് ചോദ്യചിഹ്നമാണ്. KCയുടെ വരവ് തടയാൻ AI ഗ്രൂപ്പുകൾ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയും കേരള രാഷ്ട്രീയത്തിൽ ദൃശ്യമാണ്. വിശ്വപൗരനായ ശശി തരൂരാണ് ഈ പട്ടികയിലെ 5ാമത്തെ താരം. UN മുൻ അണ്ടർ സെക്രട്ടറി, കേന്ദ്രമന്ത്രി, AICC വർക്കിംഗ് കമ്മിറ്റി അംഗം തുടങ്ങിയ ബഹുമതികൾ തരൂരിന് മാത്രം അവകാശപ്പെട്ടതാണ്. പൊതുസമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടെങ്കിലും കോൺഗ്രസ് ഔദ്യോഗിക നേതൃത്വം അദ്ദേഹത്തെ അംഗീകരിക്കാൻ തയ്യാറല്ല. തരൂരിനെ തഴഞ്ഞാൽ അദ്ദേഹം മറ്റ് രാഷ്ട്രീയ വഴികൾ തേടുമോ എന്ന സംശയം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ശക്തമാണ്. BJP പോലുള്ള പാർട്ടികൾ തരൂരിനെ സ്വാഗതം ചെയ്യാൻ കാത്തു നിൽക്കുമ്പോൾ തരൂരിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് ഹൈക്കമാൻഡിന് കീറാമുട്ടിയാണ്. ഏറ്റവും കൂടുതൽ കാലം പാർലമെന്റ് അംഗമായിരുന്ന പാരമ്പര്യവുമായാണ് കൊടിക്കുന്നിൽ സുരേഷ് രംഗത്തുള്ളത്. പാർട്ടിയിലെ അടിസ്ഥാന വർഗത്തിന്റെ പ്രതിനിധിയായി സ്വയം അടയാളപ്പെടുത്തുന്ന അദ്ദേഹം ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ മുഖ്യമന്ത്രി ആകേണ്ടതിന്റെ പ്രസക്തിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് പാർട്ടിക്കുള്ളിലെ ജാതി വർഗ സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കാണാം. അപ്രതീക്ഷിത അവകാശവാദികൾ KPCC പ്രസിഡന്റ് K സുധാകരനും സണ്ണി ജോസഫും ഈ വടംവലിയിൽ ഒട്ടും പിന്നിലല്ല. ഗ്രൂപ്പ് നേതാക്കൾ തമ്മിലടിക്കുമ്പോൾ അതിന്റെ ഗുണം തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. സണ്ണി ജോസഫ് നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള ആഗ്രഹം തുറന്നു പ്രകടിപ്പിച്ചത് തന്നെ ഈ ലക്ഷ്യം മുൻനിർത്തിയാണ്. സണ്ണി ജോസഫ് നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള ആഗ്രഹം തുറന്നു പ്രകടിപ്പിച്ചത് തന്നെ ഈ ലക്ഷ്യം മുൻനിർത്തിയാണ്. സുധാകരനാകട്ടെ തന്റെ പോരാട്ട വീര്യവും അണികൾക്കിടയിലുള്ള സ്വാധീനവും തനിക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് വഴി തുറക്കുമെന്ന് വിശ്വസിക്കുന്നുമുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പുതിയ മാറ്റം AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള താൽക്കാലിക ഐക്യമാണ്. KC വേണുഗോപാലിന്റെ സ്വാധീനം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. കൊച്ചി കോർപ്പറേഷൻ മേയർ തിരഞ്ഞെടുപ്പിൽ ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞതും സഭാ ഇടപെടലുകൾ ഉണ്ടായതുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കരുത് എന്ന ബെന്നി ബഹന്നാന്റെ പ്രസ്താവന KC വേണുഗോപാലിനെ ഉന്നം വെച്ചുള്ളതായിരുന്നു. ഈ സാഹചര്യത്തിൽ KC വേണുഗോപാൽ തന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മറ്റു ചില പ്രമുഖരെ രംഗത്തിറക്കാൻ സാധ്യതയുണ്ട്. VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, PJ കുര്യൻ എന്നിവർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടേക്കാം. പ്രത്യേകിച്ചും VM സുധീരന്റെ പേര് ഇതിൽ നിർണായകമാണ്. രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടാൽ സുധീരൻ മത്സര രംഗത്തേക്ക് വരികയും അത് ചെന്നിത്തലയ്ക്കും സതീശനും വലിയ ഭീഷണിയാവുകയും ചെയ്യും. സുധീരനെ പോലൊരു വ്യക്തിത്വത്തെ എതിർക്കാൻ ഗ്രൂപ്പ് നേതാക്കൾക്ക് പോലും പ്രയാസമായിരിക്കും. AK ആന്റണി ഡൽഹിയിൽ നിന്നും വന്ന് മുഖ്യമന്ത്രിയായതുപോലുള്ള ഒരു സാഹചര്യം ഇന്ന് KC വേണുഗോപാലിന് സാധ്യമാകില്ല. ആന്റണിക്ക് ലഭിച്ച രാഷ്ട്രീയ സ്വീകാര്യതയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നൽകിയ പിന്തുണയോ KCക്ക് ലഭിക്കാൻ പ്രയാസമാണ്. സ്വന്തം പാർട്ടിയിലെ അണികൾ തന്നെ കാലുവാരാൻ നിൽക്കുന്ന അവസ്ഥയിൽ KCക്ക് മത്സരിക്കുക എന്നത് വലിയ റിസ്ക് ആയിരിക്കും. ഒരു മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ അത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം അധികാരത്തിനായി 7 പേർ പരസ്പരം പോരടിക്കുന്നത് UDFന്റെ അടിത്തറ ഇളക്കാൻ സാധ്യതയുണ്ട്. വോട്ടർമാർക്ക് മുന്നിൽ ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനമോഹങ്ങൾ വെറും ദിവാസ്വപ്നങ്ങളായി അവശേഷിക്കാനാണ് സാധ്യത. ഗ്രൂപ്പുകൾക്ക് അപ്പുറം പാർട്ടിയുടെ നിലനിൽപ്പിനാണ് മുൻഗണന നൽകേണ്ടതെന്ന യാഥാർത്ഥ്യം നേതാക്കൾ എന്നാണ് തിരിച്ചറിയുക എന്നത് പ്രസക്തമായ ചോദ്യമായി അവശേഷിക്കുന്നുമുണ്ട്.